കെ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റുന്നതിനെതിരെ യു.ഡി.എഫിൽ കടുത്ത അതൃപ്തി. കെ.പി.സി.സി നേതൃത്വത്തെ ആർ.എം.പി എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. വാശിയേറിയ പോരാട്ടത്തിൽ കരുത്തിനെ നഷ്ടപ്പെട്ടതിൽ ലീഗ് പ്രാദേശിക ഘടകവും അസംതൃപ്തരാണ്. ഇതിനിടെ പിന്തുണ അഭ്യർത്ഥിച്ച് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ മുരളീധരൻ നേരിട്ട് കണ്ടു. കരുത്തുറ്റ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വടകരയിലാണ് അപ്രതീക്ഷിത യു.ഡി.എഫ് സ്ഥാനാർത്ഥി മാറ്റം. രാഷ്ട്രീയ തീരുമാനമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും ആർ.എം.പിക്കും മുസ്ലിം ലീഗ് പ്രാദേശിക ഘടകത്തിനും തീരുമാനം സ്വീകാര്യമല്ല. ആർ.എം.പി കെ.പി.സി.സി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ള ഒരാളെ മാറ്റുന്നത് തെറ്റായ സന്ദേശം നൽകുകയും വിപരീത ഫലം ചെയ്യുമെന്നും ആർ.എം.പി. എന്നാൽ തീരുമാനത്തെ പരസ്യമായി എതിർക്കില്ല. അതൃപ്തി നമുക്കറിയാം, അത് തീരുമാനിക്കേണ്ട പാർട്ടിയല്ലേ, കോൺഗ്രസ് ആണല്ലോ. തീരുമാനമായില്ല, മാറി മറിയും എന്നുള്ളത് പലപ്പോഴും. പക്ഷെ ഇന്നലെ എന്ന് വെച്ചാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം വന്നല്ലോ. പുതിയ രാഷ്ട്രീയം വരുമ്പോൾ രാഷ്ട്രീയം അതിനനുസരിച്ച് അവരെ തീരുമാനിക്കല്ലോ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ അംഗീകരിക്കുന്നതായി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ആവശ്യമായ കൺസൾട്ടേഷനൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷേ തീരുമാനം കോൺഗ്രസിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ മാറി വരുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ അവരെടുക്കുന്ന സുചിന്തിതമായ തീരുമാനങ്ങൾ നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. പുറത്തേക്ക് എതിർപ്പ് അറിയിക്കുന്നില്ലെങ്കിലും മൂന്നാം സീറ്റിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ച ചെയ്തത് കെ മുരളീധരൻ സാമുദായിക സ്വീകാര്യതയുള്ള നേതാവ് എന്നുള്ള നിലയിലാണ്. അതേസമയം പിന്തുണ അഭ്യർത്ഥിച്ച് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ കെ മുരളീധരൻ സന്ദർശിച്ചു. തൃശൂരിൽ സാമുദായിക വോട്ടുകൾ നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് തൃശൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വോട്ടുറപ്പിക്കാനുള്ള മുരളീധരന്റെ നീക്കം. കരുത്തിനെ ഇറക്കി കരുത്തുറ്റ പോരാട്ടത്തിന് ഇറങ്ങുമ്പോഴാണ് സ്ഥാനാർത്ഥി മാറിയെത്തുന്നത്. മണ്ഡലത്തിൽ യു.ഡി.എഫിന്റെ വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആർ.എം.പിയുടെ രാഷ്ട്രീയ അസ്തിത്വം വരെ വടകരയിൽ ചോദ്യം ചെയ്യപ്പെടും. റിപ്പോർട്ടർ എ.കെ. അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.